ഹായ് മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം ക്വിസിൻ്റെ HSS വിഭാഗം സബ് ജില്ലാതല ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിയവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. ജ്ഞാനപീഠ ജേതാവ് മഹാകവി അക്കിത്തത്തിൻ്റെ വരികളാണിവ. ഇത് ഏത് കവിതയിലേതാണ്? 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച പ്രദേശം ഈ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ടെലിഫോണും റേഡിയോ നിലയവും ആദ്യത്തെ വനിതാ ജയിലും ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ബയോളജിക്കൽ പാർക്കും ഈ ജില്ലയിലാണ്. ഏതു ജില്ലയിൽ? തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1921 നോബൽ സമ്മാനം നേടിയ ഈ ശാസ്ത്രജ്ഞനെയാണ് 1937 സ്ഥാപിതമായ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാവാൻ സർ CP രാമസ്വാമി അയ്യർ ക്ഷണിച്ചത്. ശാസ്ത്രജ്ഞനാരെന്ന് കണ്ടെത്തുക. ആൽബർട്ട് ഐൻസ്റ്റീൻ. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് 4 തവണ കരസ്ഥമാക്കി. അടുത്തിടെ മരണപ്പെട്ട മലയാള സിനിമയുടെ അമ്മ എന്ന് വിശേഷണമുള്ള കവിയൂർ പൊന്നമ്മയ്ക്ക് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് ഒടുവിൽ ലഭിച്ചത് ഏത് ചിത്രത്തിൻ്റെ അഭിനയത്തിനാണ്? തേന്മാവിൻ കൊമ്പത്ത്. രഞ്ജിത്ത് റോട്ട് എ ലെറ്റർ ടു യു, റൈറ്റ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. ഡിഡ്ന്റ് ഹി. ഡൽഹിയിൽ 8ാമത്തെ മുഖ്യമന്ത്രിയായി 2024 സെപ്റ്റംബർ 17 അധികാരമേറ്റു. ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകുന്ന 3ാമത്തെ വനിതയും ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയുമാണയാൾ. വ്യക്തിത്വത്തെ തിരിച്ചറിയുക. അതിഷി മർലീന. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരം കൃത്യസമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നൽകാതെ വന്നാൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ ഒരു ദിവസത്തേക്ക് വിധിക്കാവുന്ന പിഴ എത്ര രൂപയാണ്? 250 രൂപ. ഫെബ്രുവരി 4 ലോകവ്യാപകമായി ആചരിക്കുന്ന ഒരു ദിനത്തിൻ്റെ 2022 മുതൽ 2024 വരെയുള്ള പ്രമേയമാണ് ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ഏത് ദിനത്തിൻ്റെ പ്രമേയമാണ്? ലോക ക്യാൻസർ ദിനം. ഒരുവിധ പ്രതിരോധവുമില്ലാതെ വൈദ്യുതി കടത്തിവിടാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി സാധ്യമാകുന്ന താപനിലയിൽ വൈദ്യുതവാഹിയായ ഇലക്ട്രോണുകൾക്ക് ഘർഷണമോ പ്രതിരോധമോ ഇല്ലാതെ സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്നു. സൂപ്പർ കണ്ടക്ടിവിറ്റി സാധ്യമാകുന്ന താപനില എത്രയാണ്? 273 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 459.6. 10ാമത്തെ ചോദ്യം, 5 ഗുണിക്കണം 6 സമം 19, 6 ഗുണിക്കണം 7 സമം 29, 11 ഗുണിക്കണം 6 സമം 49 ആയാൽ 30 ഗുണിക്കണം 1 എത്ര? -1. 11ാമത്തെ ചോദ്യം, ദീർഘകാലം ജനയുഗം വാരികയുടെയും ദിനപത്രത്തിൻ്റെയും മുഖ്യ പത്രാധിപരായും മാനേജിംഗ് എഡിറ്ററായും പ്രവർത്തിച്ച പ്രമുഖ മലയാളി പത്രാധിപരും സിനിമാ നാടക നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന വ്യക്തിയാര്? കാമ്പിശ്ശേരി കരുണാകരൻ. പനിയോല എന്ന പദത്തെ പന പ്ലസ് ഓല എന്ന് പിരിച്ചെഴുതാം. കണ്ണീർ എന്ന വാക്കിനെ പിരിച്ചെഴുതുന്നത് എപ്രകാരമാണ്? കൺ പ്ലസ് നീർ. ലോക ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രമെഴുതി ഇന്ത്യൻ സംഘം എന്ന വാർത്ത മാധ്യമങ്ങളിൽ വായിച്ചു കാണും. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണ്ണ നേട്ടത്തോടെയാണ് ഇന്ത്യയുടെ സുവർണ തലമുറ ചരിത്രം കുറിച്ചത്. വർഷത്തെ ലോക ചെസ് ഒളിമ്പ്യാഡ് നടന്നതെവിടെയാണ്? ഹംഗറി, ബുഡാപെസ്റ്റ്. 14ാമത്തെ ചോദ്യം, റവന്യൂ വകുപ്പിൻ്റെ റിലീസ്, രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പേൾ, സർവേ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഇംപാക്സ് എന്നീ പോർട്ടുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഏകജാലക ഡിജിറ്റൽ പോർട്ടൽ 2024 ഒക്ടോബറിൽ നിലവിൽ വരുമെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ശ്രദ്ധയിൽപ്പെട്ടു കാണും. 2024 ഒക്ടോബറിൽ നിലവിൽ വരുന്ന ഏകജാലക ഡിജിറ്റൽ പോർട്ടലിൻ്റെ പേരെന്ത്? എൻ്റെ ഭൂമി. 5ാമത്തെ ചോദ്യം, നോവലിസ്റ്റും കഥാകൃത്തും ഉപന്യാസകാരനും ചരിത്ര ഗവേഷകനുമായ ഇദ്ദേഹത്തിനാണ് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി നൽകുന്ന 2023 പരമോന്നത സാഹിത്യ പുരസ്കാരം ലഭിച്ചത്.
ഇദ്ദേഹം എഴുതിയ എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരക്കില്ലം എന്നീ നോവലുകൾ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. പുരസ്കാരം ലഭിച്ച വ്യക്തിയെ തിരിച്ചറിയുക. ഡോക്ടർ എസ്.കെ. വസന്തൻ. ഒരു വരിയിൽ രമേശ് ഇടത്തുനിന്ന് 10ാമതും സുരേഷ് വലത്തുനിന്ന് 15ാമതുമാണ്. അവർക്കിടയിൽ 20 പേരുണ്ടെങ്കിൽ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്ര? ഉത്തരം 45. ഇടത്തു നിന്നുള്ള സ്ഥാനം പ്ലസ് വലത്തു നിന്നുള്ള സ്ഥാനം പ്ലസ് ഇടയിലെ എണ്ണം. തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ 1863 ഓഗസ്റ്റ് 28 ജനിച്ചു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരെ വില്ലുവണ്ടി സമരം നടത്തി. താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്ക് അക്ഷര വിദ്യാഭ്യാസം നിഷേധിച്ചതിനെതിരെ പ്രതികരിക്കാൻ പഞ്ചമി എന്ന കുട്ടിയെ കൂടി പള്ളിക്കൂടത്തിൽ കൊണ്ടിരുത്തി. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ഏത് വ്യക്തിത്വത്തെയാണ് ചോദ്യങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത്? അയ്യങ്കാളി. 18ാമത്തെ ചോദ്യം. 1969 നവംബർ 1 കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നവകേരള ശില്പി എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് എൽട്രോൺ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, സിഡ്കോ തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത്. ആരുടെ? സി. അച്യുതമേനോൻ. ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരരോടും വിവേചനം കാണിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 15. 20ാമത്തെ ക്വസ്റ്റ്യന്. ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന താഴെ സൂചിപ്പിച്ചവയിൽ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു? സ്പ്രെഡ് ഷീറ്റ്. ഇനി ടൈം ബ്രേക്ക് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം കേട്ടോ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ തുറമുഖം ISROയിലാണല്ലോ. രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണം, തമിഴ്നാട്. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ തുടർച്ചയായി 2ാം വർഷവും കേരളത്തിന് 1ാം സ്ഥാനം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഭക്ഷ്യസുരക്ഷാ സൂചിക പ്രകാരമാണ് കേരളത്തിന് 1ാം സ്ഥാനം ലഭിച്ചത്. കേരളത്തിലെ ഇപ്പോഴത്തെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ആരാണ്? അഫ്സാന പർവീൻ IAS. ഇന്ത്യയിൽ പ്രധാനമായും 3 വിദ്യാഭ്യാസ നയങ്ങളാണ് നടപ്പിലാക്കിയതെന്നറിയാമല്ലോ. 1968 1986 ശേഷമുള്ള 3ാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ വർഷം ഏത്? 2020. 2023 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഹരിത സാവിത്രിക്കാണല്ലോ ലഭിച്ചത്. ഏത് നോവലിനാണ് അവാർഡ് ലഭിച്ചത്? സിൻ. കാർബണിൻ്റെ അളവിനനുസരിച്ച് കൽക്കരിയെ വിവിധ ഗ്രേഡുകളായി തിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് കുറഞ്ഞ കൽക്കരി പീറ്റ് എന്നറിയപ്പെടുന്നു. കൂടുതൽ താപോർജ്ജം പുറത്തുവിടുന്നതും പുകരഹിതവുമായ ഗ്രേഡ് കൂടിയ ഇനം കൽക്കരി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആന്ത്രസൈറ്റ്. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും നൽകുന്നുണ്ട്. മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.